ഈ പാട്ട് എപ്പോ പാടിയാലും മഴ പെയ്യും. തെറ്റെന്റെ ഭാഗത്താണ്. ഞാൻ കുട എടുക്കണമായിരുന്നു. ഞാനേ കുട എടുക്കാൻ മറന്നുപോയി. മനസ്സിരുത്തി പാടിയാൽ മഴ പെയ്യുന്ന സംഗീതം, സാക്ഷാൽ മഹാദേവ സംഗീതം. പാടിയതോ എസ് പി ബാലസുബ്രഹ്മണ്യ ഗാരു. ശങ്കരാരണം കേട്ടിരിക്കണോ? അതിശയായിരിക്കണു. പാട്ട് നിർത്തിയപ്പം മഴയും. എപ്പോഴും അങ്ങനെ. ഞാൻ പാട്ട് നിർത്തിയ അപ്പ മഴ നീക്കും. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അച്ഛൻ എങ്ങനെയുണ്ട്? എന്റെ അച്ഛനെ അറിയോ? ഒരു കുറവുമില്ല. വന്നിപ്പോ തീരെ സുഖമില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ തിരുമേനി? ശരി. അച്ഛൻ ഒറ്റയ്ക്കാ. ആയിക്കോട്ടെ. 70കളിൽ ബാലേട്ടൻ തബല വായിക്കാത്ത ഒരു സിനിമാ പാട്ട് പോലും ഉണ്ടായിരുന്നില്ലെന്ന് കേട്ടിട്ടുണ്ട്. കഴിവുള്ള കലാകാരനായിരുന്നു. ഭഗവാൻ കാത്തോളൂ. ബാലേട്ടൻ തബലിസ്റ്റ്? ആ അല്ല, താങ്കളെ അങ്ങോട്ട് മനസ്സിലായില്ല. ഈ കരയിൽ ആദ്യമായിട്ടാ? നെയ്യാറ്റിൻകര എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ആ കരയെന്ന് വന്നതാണ് ഞാൻ. എന്താ വിശേഷിച്ച് ഈ കരയിൽ? വല്ല നേർച്ചയുണ്ടോ? കാലാകാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഉത്സവങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പേര് ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. ഇവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ഇവിടുത്തെ തിരുവാഭരണപ്പെട്ടി മറുകരക്കാര് കൊണ്ടുപോയിട്ട് തിരിച്ചു തരാതിരിക്കുക, നമ്മൾ പോയി ബലമായി പിടിച്ചു വാങ്ങിക്കുക, അങ്ങനെ വല്ലതും? ഏയ്, എന്താ ഈ പറയണത്? ഭഗവാന്റെ തിരുവാഭരണങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്, സുരക്ഷിതായിട്ടേ. തിരുമേനി ഇപ്പൊ പറഞ്ഞ ബാലേട്ടന്റെ വീട് എവിടെ? കുറച്ച് തെക്കോട്ട് മാറിയ. വണ്ടി ഇത്തിരി വളഞ്ഞേ പോകൂ. എന്താ ബാലേട്ടനെ അറിയുവോ? ബാലേട്ടൻ അറിയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ബാലേട്ടൻ അറിയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ചങ്ങാതി നിന്റെ ചെപ്പത്തരം തന്ന കാട്ടൂലേ. ചാച്ചി, എന്തൊരു കൂട്ടങ്ങള്! നമ്മുടെ ബാലണ്ണ ഇകലോകവാസം പണിഞ്ഞ. അയ്യോ, ഇല്ല, ജപ്തി ഇടത്തലക്കാര്. ജപ്തി ഇടത്തലക്കാരൻ. ബാലേട്ടൻ ഇത് കണ്ടോ? ഇത് വെറും പേപ്പറല്ല, കോർട്ട് ഓർഡർ. ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. ഇവർക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈ വീടും പറമ്പും ഞങ്ങൾ തീരെഴുതി വാങ്ങിച്ചിരുന്നു. ദാറ്റ്സ് മൈ ബ്രില്യൻസ്. ഹലോ, അതില് വലിയ ബുദ്ധിയൊന്നുമില്ല. എല്ലാ ബ്ലേഡുകാരും ചെയ്യുന്ന നാറിത്തരം. ആയിക്കോട്ടെ, നിയമപ്രകാരം ഈ വസ്തുവകൾ ഇടത്തല ഫിനാൻസിയേഴ്സിന്റെ. ഈ വീടും പറമ്പും വിറ്റാക്കിട്ടുന്നതിന്റെ 3 ഇരട്ടി ഇവർ മുതലും പലിശമായി ഞങ്ങൾക്ക് തരാനുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇവരോട് വീടൊഴിയാൻ പറയുന്നു, കേൾക്കുന്നില്ല. അതെ, ഈ ജപ്തി എന്ന് പറയുന്നതേ ഒരു സുതാര്യമായ നടപടിയല്ല. അതെ, എന്നാൽ ഇവരോടൊന്ന് സുതാര്യമായിട്ട് ഒഴിഞ്ഞു പോകാൻ പറ. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം. സഹായത്തിനായിട്ട് മുഖ്യമന്ത്രിക്കും ക്ഷേമനിധിയിലും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. വക്കീലെ, കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കാം. തൽക്കാലം ബറ്റാലിയനിലെ പിള്ളേരൊന്ന് വന്നോട്ട്. ഞാൻ ഈ വിവരങ്ങളെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. വിവേകമതികളായ ഇവർ ഞങ്ങൾക്കൊപ്പം നിൽക്കും, അല്ലേ? നിൽക്കില്ല. ഇത്തിരി മാറിയേക്ക്. എന്തോന്നിത്? എന്തിനിത് എന്റെ പൊന്ന് വെട്ടിക്കൽ ശശി വക്കീലെ? 2 നിരാലംബരായ പെൺകുട്ടികൾ ദൗർഭാഗ്യവുമായി മല്ലിട്ട് കഴിയുന്ന വീട്ടിൽ വന്ന് ക്രൂരത കാണിക്കുന്നു. അയ്യോ, ഇത് നമ്മളന്ന് അമ്പലത്തില് കണ്ട ആളല്ലേ? പപ്പനാവൻ പൊറുക്കൂല കേട്ടോ. ഏത് പപ്പനാവൻ? ഏത് പപ്പനാവനെന്നാ? The richest god in the world, സാക്ഷാൽ അനന്ത പത്മനാഭൻ, കിഴക്കേക്കോട്ട പിയോ, തിരുവനന്തപുരം 1. മിസ്റ്റർ നെയ്യാറ്റിൻകര, ഇത് നിങ്ങൾ ഇടപെടേണ്ട കേസല്ല. ഇവിടെ ആളെ കൂട്ടണമെന്നോ ഇവരെ അപമാനിക്കണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇടത്തല ബാബുമോൻ ഈ പെൺകുട്ടികളെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചത്. പക്ഷെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരു 100 വട്ടമെങ്കിലും ഇവരെ അദ്ദേഹം വിളിച്ചു. ഇവർ വന്നില്ല. ഓഹോ, അപ്പൊ ഈ പ്രായപൂർത്തിയായ പാവം പെൺകുട്ടികൾ ഇടത്തല സഹോദരന്മാരുടെ ഓഫീസിൽ രഹസ്യ സമാഗമത്തിന് വരാത്തതിന്റെ പ്രതികാര നടപടികളാണ് ഇതെല്ലാം, അല്ലേ? അതെ. നാട്ടുകാരെ, ഇത് കേൾക്കൂ, ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. ഈ ബാബു സാറിന്റെ ഇംഗിതത്തിന് ഈ കുട്ടികൾ വഴങ്ങാത്തതിന്റെ പ്രത്യാഘാതമാണ് ഈ ജപ്തി. വക്കീലെ, ഇത് വകുപ്പ് വേറെയാണ്. നെയ്യാറ്റിൻകര, വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യങ്ങൾ ആവശ്യങ്ങളായി ഉന്നയിച്ചു പരാജയപ്പെടുമ്പോൾ ആവശ്യങ്ങൾ അനാവശ്യമായി മാറാം, തോന്നാം, സ്വാഭാവികം. പക്ഷേ ഈ തബലിസ്റ്റ് ബാലേട്ടന് വേണ്ടി
ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. ഈ നെയ്യാറ്റിങ്കര ഗാനഭൂഷണം ഗോപനുണ്ട്. മിസ്റ്റർ ഗാനഭൂഷണം, താങ്കൾ വന്നത് മത്സ്യകൃഷി നടത്താനല്ലേ, ജപ്തി നടപടികൾ തടയാനല്ലോ. ഏയ്! മഹാനായ ഒരു കലാകാരനാണ് തബലിസ്റ്റ് ബാലേട്ടൻ. അദ്ദേഹവും പെൺമക്കളും വഴിയാധാരമാകുന്നത് നോക്കി നിൽക്കാൻ സംഗീതോപാസകനായി എനിക്ക് കഴിയില്ല. എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ദാസേട്ടന് കാര്യം ഇത് അറിഞ്ഞ അയ്യോ. അതാര്? യേശുദാസ്, യേശുദാസ്. ദാസേട്ടാ ഇതറിയല്ലേ പ്ലീസ് ദാസേട്ടാ. അതെ, ഗാനഭൂഷണം ഒന്ന് വന്നേ. വരില്ല. ഒന്ന് വന്നേ. വരാം. പറ, എന്നെ എവിടെ കൊണ്ടുപോകണം? അതെ, ഇത് ഇടത്തല ഗ്രൂപ്പിന്റെ ഒരു ഇടപാടാ. താൻ കൂടെ നിൽക്കണം, ഇടപെട്ട് ചളവാക്കരുത്. അത് ശരി. എന്നെ ഡീൽ ചെയ്യാൻ നോക്ക. ഡീൽ ചെയ്യാൻ എന്നെ വിലക്കെടുക്കാൻ പറ്റിയ സ്റ്റാമ്പ് പേപ്പർ ഒന്നും ഇടത്തല മത്തായിയുടെ ഇല്ല. അതിന് ഇടത്തല മത്തായി ഒന്നുകൂടെ ഈ ഭൂമിയിൽ പിറക്കണം. എന്താടാ പാളിപ്പയലെ ഇവിടെ ഉണ്ടായിരുന്നടാ സ്ത്രീലമ്പട. നിന്റെ അപ്പൻ ഇടത്തല മത്തായിടെന്ന് ഞാൻ പാഠം കരാറെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചക്രം എണ്ണി കൊടുത്തിട്ടാ. ആ ബന്ധത്തിന്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന ഏത് നെറുകേടിനും കൂട്ടു നിൽക്കാൻ ഈ ഗോവനെ കിട്ടത്തില്ല. അല്ലേ തന്നെ നിന്റെ സഹായം ആർക്ക് വേണം? വേണ്ട, ഇടത്തല ബാബുവിന് പോകാം. ബാലേട്ടനും ഈ കുട്ടികളും വീടൊഴിഞ്ഞു തരില്ല. പണം ഞങ്ങൾ ഘട്ടം ഘട്ടമായി തന്നു തീർത്തോളാം. നീ എങ്ങനെ ഘട്ടം ഘട്ടായിട്ട് ഉണ്ടാക്കണ്ട. അല്ല, ഞങ്ങളെയൊക്കെ ഒന്ന് കാണാത്ത ഉളുമാര് നിന്നെയൊക്കെ ഒന്ന് പേഴ്സണലായി കണ്ടോ? കൂടെ കിടന്നോ? കൈവാക്കി തള്ളിയേക്ക്. നന്നായി. പതനമാണല്ലോ. നെയ്യാറ്റിങ്കര കാല് പിടിക്കാൻ ഞാൻ നിന്റെ ഭാഗ്യം. എന്റെ പെങ്ങന്മാര് തന്നെയാടാ ബാലേട്ടന്റെ മക്കള്. ബാലേട്ടൻ എന്റെ ഗുരുവാ. ഗുരുവോ? മാനസ ഗുരു. ദ്രോണാചാര്യരും ഏകലവനും തമ്മിലുള്ള ബന്ധമാണ് ഞങ്ങളുടേത്. എന്നിട്ടും എന്റെ പേര് വിരൽ മുറിച്ചേരണമെന്ന് പറയാതെ ബാലേട്ടൻ എന്നെ വെറുതെ വിട്ടു. കണ്ടാ 5 എണ്ണം ഉണ്ട്. കണ്ടാ 5 എണ്ണം തികച്ചുണ്ട്. അഴുക്ക ചാവാം. വാടാ. കണ്ടാ ഞങ്ങൾ ഒറ്റ കെട്ടാ കാണി. നെയ്യാറ്റങ്കര ഗോപൻ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. എന്താടാ ചെറയണ നമുക്ക് കിട്ടിയത് മേടിച്ചോണ്ട് വീട്ടിൽ പോ. ഞാൻ പറയുന്നത് കേക്ക്.